സിപിഎമ്മിന്റെ മനം മാറ്റത്തിന്റെയും നയം മാറ്റത്തിന്റെയും പിന്നിൽ ഏതു വിധേയനെയും മൂന്നാം തവണയും ഭരണം നേടുകയാണെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന യുഡിഎഫ് നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ അടവ് നയത്തിന്റെ ഭാഗമായിരുന്നു ബിജെപിയുമായുള്ള അന്തർധാര. ഇക്കുറിയത് ഒരു വശത്ത് കോർപ്പറേറ്റ് മൂലധന ശക്തികളും മറുവശത്ത് ബിജെപിയുടെ പരോക്ഷ പിന്തുണ തേടലുമാണ്. തുടർഭരണം ലഭിച്ചാൽ മാർക്സിസ്റ്റ് സഖാക്കൾക്ക് അഴിമതി നടത്താനും സ്വത്ത് സമ്പാദനവും കാശുണ്ടാക്കാനും ഒപ്പം ജോലിയില്ലാത്ത ഡിവൈഎഫ്ഐക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തി ജോലി നേടാനുമുള്ള അവസരമാണെന്നാണ് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലൂടെ പറയുന്നതെന്നും ഹസൻ കുറ്റപ്പെടുത്തി. എന്നാൽ ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും ഈ മികച്ച സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും അടുത്ത തവണ യുഡിഎഫ് ഭരണത്തിലെത്തണം, അതിന് എന്ത് വില കൊടുത്തുള്ള പ്രവർത്തനം നടത്തണമെന്നും ഹസൻ പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യുഡിഎഫ് ജില്ലാ ചെയർമാനായി മുൻ MLA TV ചന്ദ്രമോഹൻ ചുമതലയേറ്റു. മുൻ MLAമാരായ PA മാധവൻ, MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള മുന്നണി പാർട്ടി നേതാക്കളും പങ്കെടുത്തു. TCV തൃശൂർ.